ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എഫ്ഐആറിന്റെ പകർപ്പുകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജികൾ ഇന്ന് ദേവസ്വം ബെഞ്ചിലേക്ക് എത്തുകയാണ്. ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ഇത് ദേവസ്വം ബെഞ്ച് തന്നെ പരിശോധിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇഡിയുടെ ഹർജിയിൽ തുടർ നടപടിക്കായി ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഇനി എപ്പോഴായിരിക്കും ഇത് പരിഗണിക്കുക ദേവസ്വം ബെഞ്ച്? ആര്യ, മിക്കവാറും നാളെ തന്നെ ഇത് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അല്പം മുമ്പാണ് സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചത്. പക്ഷേ സിംഗിൾ ബെഞ്ച് എടുത്ത നിലപാട് ഇത് ഡിവിഷൻ ബെഞ്ച് തന്നെ പരിശോധിക്കട്ടെ എന്നതാണ്. കാരണം ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് SITയെ രൂപീകരിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബെഞ്ച് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കട്ടെ, അതായിരിക്കും ഉചിതമെന്ന് ഇന്ന് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കിയായിരുന്നു. അദ്ദേഹം EDയുടെ ഹർജി ഇനി ചീഫ് ജസ്റ്റിസിന് മുന്നിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസിനാണ് ഇത് മറ്റൊരു ബെഞ്ചിലേക്ക് കൈമാറാനുള്ള നിയമപരമായ അവകാശമുള്ള. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ദേവസ്വം ബെഞ്ചിലേക്ക് വിടുക, ആ കാര്യങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എന്തായാലും നാളെ തന്നെ ആ നടപടികൾ പൂർത്തീകരിച്ച് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലേക്ക് ഈ ഹർജി എത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പ്രാഥമികമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ തന്നെ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ കേസ് PMLA പ്രകാരം അന്വേഷിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിലെ FIRകളുടെ പകർപ്പുകൾ വേണം. നിലവിലായ FIRകളുടെ പകർപ്പുകൾ കിട്ടുന്നില്ല. റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും റാന്നി മജിസ്ട്രേറ്റ് EDയുടെ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ SIT അതീവ രഹസ്യമാക്കി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി ഇപ്പോൾ അന്വേഷിക്കേണ്ടതോ അവർക്ക് FIR കൈമാറേണ്ടതോ ആയ സാഹചര്യമില്ല എന്ന നിലപാടാണ് മജിസ്ട്രേറ്റ് EDയുടെ അപേക്ഷയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നതാണ് ED ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. PMLA പ്രകാരം ഇവിടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ആ കള്ളപ്പണം എങ്ങോട്ടേക്കൊക്കെ പോയി, എവിടെ നിന്നാണ് ആ പണം വന്നത് തുടങ്ങിയ കാര്യങ്ങൾ PMLA പ്രകാരം അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയായ ഞങ്ങളാണ് ഇതിൽ തുടരന്വേഷണം നടത്തേണ്ടത് എന്നതാണ് ED ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതിനുവേണ്ടിയാണ് അവർ ഹൈക്കോടതിയിലെ FIRകളുടെ പകർപ്പുകൾ ആവശ്യപ്പെട്ടെത്തിയിരിക്കുന്നത്. ശരി, നാളെ തന്നെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ED ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് ED വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നാളെ തീരുമാനമാകും. ED ഇപ്പോൾ ECIR ഇട്ടിട്ടില്ല, പക്ഷേ പ്രാഥമികമായ വിവരശേഖരണമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുണ്ട്.